ഇനി എത്ര ദിവസം വേണ്ടി വരും മേയറെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്? തനിക്ക് കഴിയില്ലെങ്കിൽ പറയടോ, എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. So we are still searching. മേയർ എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. മുത്തുരേടി ആയിരിക്കും അദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ ഈ ചെയ്തിരിക്കും. ഇൻസിഡന്റ് നടക്കുന്നതിന് ഏതാണ്ട് 10 ദിവസം മുമ്പാ മുത്തുരട്ടി അയാളുടെ മകളെ കാണാനായിട്ട് ലണ്ടനിലേക്ക് പോയത്. അയാളില്ലെങ്കിൽ എന്താ? അയാളുടെ ആൾക്കാരില്ലേ ഇവിടെ? താനൊക്കെ അയാളുടെ ആൾക്കാർ തന്നെയല്ലേ? സാറേ എന്തായി പറയുന്നത്? മേയറെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ എന്ന് പറ. സർ, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. ആസ് ഏർലി ആസ് പോസിബിൾ വി വിൽ ഫൈൻഡ് അവർ മേയർ സർ. ശരി, വരട്ടെ സർ. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ചേട്ടാ, ഇതാ നമ്മുടെ സൈഡ് ലൊക്കേഷൻ. ചേട്ടാ. എന്താടാ 2 ദിവസമായിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? ചെയ്തിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജാനുവിന്റെ കൂടെ ടൂർ പോയിരിക്കായിരുന്നു. ജാനുവിന് സുഖമല്ലടാ? നന്നായിരിക്കുന്നു ചേട്ടാ. എന്താടാ, കാശ് വല്ലതും വേണോ? വേണ്ട ചേട്ടാ, ഞാൻ ജോലി നിർത്താൻ വിചാരിക്കുക. എന്താടാ നീ എന്താ പറയുന്നേ? ഏയ് ഉണ്ടായിരിക്കും. ചേട്ടാ, ജെനി എന്നെ വിട്ടുപോയപ്പോഴുള്ള വേദന ജാനു എന്നെ വിട്ടുപോയപ്പോഴും തോന്നിയേട്ടാ. ജാനുവിന് ഈ പണി ഇഷ്ടമല്ല ചേട്ടാ. ജാനുവിന് എനിക്ക് വേണം ചേട്ടാ. അവൾ വിചാരിച്ച പോലെ എനിക്ക് ജീവിക്കണം. പ്ലീസ് ചേട്ടാ, ജാനുവിന് എനിക്ക് വേണം. ശരിടാ, ജാനുവിന് വേണ്ടി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചതല്ലേ? ഹാപ്പി ആയിട്ട് പോ. നീ എൻ്റെ അനിയനെ പോലെ അല്ലടാ. താങ്ക്സ് ചേട്ടാ. ജാനു, 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 പ്ലീസ്. ജാനു പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ജാനു, ജാനു, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ജാനു, ജാനു എന്നെ മനസ്സിലാക്ക് പ്ലീസ്. ജാനു, ഞാൻ നിന്നോട് സംസാരിച്ചോട്ടെ പ്ലീസ്. ജാനു, ജാനു, ഞാൻ പറയുന്നത് കേൾക്ക് ജാനു പ്ലീസ്. ഐ ലവ് യു ജാനു. ഈ വാക്കിനെ എത്ര പേരോട് പറയാൻ പോകുന്നടാ? ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണ്. ജെനിയെ മറക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പെൺകുട്ടികളോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബ്രേക്കപ്പും പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ജീവിതം എന്റേത്. പണ്ടത്തെ ദേവദാസ് പടം മുതൽ ഇപ്പൊ ഇറങ്ങുന്ന പ്രണയ സിനിമകളിൽ കാണിക്കുന്നത് പോലെ പ്രണയിച്ച പെണ്ണിന് മറക്കാൻ വേണ്ടി സിഗരറ്റ്, മദ്യം, ഡ്രഗ് ഇതെല്ലാം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. എല്ലാ ദുശ്ശീലങ്ങളും ഞാൻ ചെയ്തു. ഒരു പെണ്ണൊരാൾ വേണ്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചെന്ന് വെച്ചോ, പിന്നെ ഒരിക്കലും അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവില്ല. എനിക്കും അറിയില്ലായിരുന്നു ജാനു, നീ എന്നെ വിട്ടു പോകുന്നതിന് മുന്നേ വരെ. ഇപ്പോഴും ഞാൻ നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു വരുമല്ല ജാനു. നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയാ വന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നോടുള്ള വെറുപ്പ് കാരണം നീ എന്നെ വിട്ടിട്ട് പോയാലും ഞാനൊരു ദുശ്ശീലത്തിന് അടിമയാവില്ല. ബിക്കോസ് യുവർ ലവ് ഈസ് മൈ ഡ്രഗ് ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് യു അണ്ടിൽ മൈ ഡെത്ത്. ഐ ലവ് യു ജാനു. ജാനു ഒന്ന് ഗുജറാത്തിലേക്ക് പോവുക. നീ ഒന്ന് പോയി സംസാരിക്കേ. ഒന്ന് സംസാരിച്ചാലല്ല ശരിയാകുമെന്നേ. ഇവിടെ 2 ദിവസത്തേക്ക് എനിക്ക് നിന്റെ ബൈക്കൊന്ന് വേണം. ഞാൻ നിന്നോട് പറയുന്നത് എന്താ, നീ തിരിച്ചു പറയുന്നത് എന്താ? ഡാ, ജാനുവിനെ നിനക്ക് അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അളിയാ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ സംസാരിച്ചാലല്ല ശരിയാകും. അത് വിടടാ. സത്യം മറച്ചു വെക്കുന്നത് കൊലപാതകത്തിനേക്കാളും വലിയ കുറ്റമാണെന്ന് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ക്ലാസ്സിന് ടൈമായി സാർ. അവന്റെ പോക്കുണ്ടോ? Thank you. ബ്രേക്കിംഗ് ന്യൂസ്. വരങ്ങളിൽ നിന്നുള്ള വലിയൊരു പൊട്ടക്കുളത്തിൽ നിന്നും അടയാളങ്ങളൊന്നുമില്ലാത്ത കുറെ ജഡങ്ങൾ കണ്ടെടുത്തു. അടയാളമറിയാത്ത ജഡങ്ങളിലൊന്ന് കാണാതായ നഗര മേയർ ജനാർദ്ദനന്റെ ആണെന്ന് CI രവികുമാർ സാക്ഷ്യപ്പെടുത്തി. മേയർ തന്റെ മകനെ പോലെ കരുതിയ രുദ്രപ്രതാപാണ് കൊലപാതകം ചെയ്ത കുളത്തിൽ കൊണ്ടിട്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. അതിന്റെ തെളിവുകൾ കിട്ടിയിരിക്കുന്നുവെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം. മിസ്റ്റർ രുദ്രപ്രതാപ്, മേയർ എവിടെയാണെന്ന് മനസ്സിലായിട്ടോ? കുറച്ചു നേരത്തിനകം ഫോറൻസിക് റിപ്പോർട്ട്സും വരും. അപ്പം നിന്നെ അറസ്റ്റ് ചെയ്യാൻ സാക്ഷിയോടെ വരുന്നതായിരിക്കും. നിന്നെ റെഡി ആയിക്കോ. നീ ചെയ്ത അക്രമങ്ങളെല്ലാം നിന്റെ ആള് തന്നെയാണ് ഏറ്റുപറഞ്ഞ്.
നീയാണ് വലിയവനെന്ന് വിചാരിച്ച നിന്റെ തലയ്ക്ക് മുകളിൽ വേറൊരുവനുണ്ടാവണം. ആരോട് അവനോട് പറഞ്ഞത്? ആരാടാ അവനോട് പറഞ്ഞത്? ആരാ പറഞ്ഞു വെച്ചില്ലേ? ഏയ്! ആ പോലീസുകാരോട് പറഞ്ഞത് ആരാണ്? ആരാടാ പറഞ്ഞത്? ആരാത്? ആരാണ്? ആരാണ്? ഏതാടാ? എടാ പ്രഭാകർ, ഇവിടെ വന്നിരിക്കുന്ന ഒരുത്തം പോലും ഇവിടുന്ന് ജീവനോട് പുറത്തു പോകാൻ പാടില്ല. നമ്മുടെ ആളുകൾ എന്തിനാ ചേട്ടാ കൊല്ലുന്നത്? ഞാൻ പറഞ്ഞതല്ലേ ആ പോലീസുകാരൻ മനുവായിട്ട് സംസാരിക്കാറുണ്ടെന്ന്. അത് ചേട്ടൻ വിശ്വസിച്ചില്ല. ഇത് നോക്ക്, അവര് രണ്ടുപേരും രാവിലെ കണ്ട ഫോട്ടോ ഇത്. അവര് തമ്മിൽ കണ്ട് സംസാരിച്ച 1 മണിക്കൂറിനകം എല്ലാ ശവങ്ങളും പുറത്തു വന്നു. ഇവനാണ് സാക്ഷി. പാല് കൊടുത്ത് കൈക്ക് കുത്തിയ അവൻ എവിടെയാണെങ്കിലും ബാക്കി വെച്ചേക്കണ്ട. ശരിയാ. ഏയ് വാടാ. ശരിയാ. ചേട്ടാ, എടാ നന്ദു, ചേട്ടൻ മനുവിനെ കൊല്ലാൻ പറഞ്ഞിരിക്കുക. അവനെ എങ്ങനെയെങ്കിലും അറിയിക്കാൻ നോക്ക. ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാ ഉള്ളേ. എന്താ ഏട്ടാ ഈ പറയുന്നേ? മനുവെ കൊല്ലേണ്ട കാര്യം എന്താ? ഞാൻ വന്നവരോട് സംസാരിക്കാം. ഞാൻ വരാം. ചേട്ടാ ഞാനും പറയാം ചേട്ടാ. ജാനു, നീ ഇപ്പൊ ആരെയാണോ വേണ്ടെന്ന് വെച്ച് വിഷമിച്ചിരിക്കുന്നത്, അതുപോലെ ഞാൻ അവനെ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിച്ചിരിക്കുകയാണ്. ജെനിഫറാണ്. ഞാൻ കാരണം മനുവിന്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് കരുതി ഇന്ത്യയിലേക്ക് വന്നു. എന്നാ അവന് നിന്നോടുള്ള സ്നേഹം കണ്ടതിന് ശേഷം നീയും അവനെ വിട്ടുപോയ അവന്റെ സ്ഥിതി എന്താവുമെന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. മനുവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ജാനു. എന്നാൽ അവൻ എന്നേക്കാൾ ഇഷ്ടം നിന്നെയാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നാലും നമ്മളെ സ്നേഹിച്ച ആൾ നമുക്ക് നഷ്ടമായി പോവുകയാണെങ്കിൽ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാവുള്ളേ? എന്തൊക്കെ പറഞ്ഞാലും 2 മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന സ്നേഹം പിന്നെ അകന്നു പോകുന്നത് എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ച പേരൻസിനോടുള്ള ദേഷ്യമൊക്കെ പോയിക്കോളും. ഭർത്താവിനോട് സത്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള കുറ്റബോധവും പതിയെ മാറിക്കോളും. പക്ഷെ നമ്മൾ പ്രേമിച്ചവരോട് നമുക്കുള്ള സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അങ്ങനത്തെ ഒരു ഭാരം ചുമന്ന് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ജാനു. അന്ന് നീ തന്നെ അറിയാതെ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി നീ എനിക്ക് ഫോൺ തന്നു. ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ വേർപെട്ടു പോവാൻ ഞാൻ കാരണമാവരുത്. മനു നല്ലൊരു മനുഷ്യനാ ജാനു. അവൻ്റെത് യഥാർത്ഥ പ്രേമമാണ്. എന്നെ മറക്കാൻ വേണ്ടി മാത്രമാണ് നിന്നോട് അവൻ അടുത്തത്. എങ്കിലും അവൻ നിന്നെ മനസ്സിലാക്കി തന്നെയാണ് സ്നേഹിച്ചത്. ഇപ്പൊ മനുവിന് ഞാൻ വെറും അവന്റെ ഓർമ്മകളിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ നിനക്കോ അവന്റെ ഹൃദയത്തിലാണ് സ്ഥാനം. ദയവ് ചെയ്ത് മനുവിന്റെ സ്നേഹം നീ അറിയാതെ പോകരുത്, പ്ലീസ്. സോറി മനു. So make sure to check all your errors before you submit it. And I need a... 1 second. ഓക്കെ സർ. ഹലോ ജാനു, നീ എവിടെയാ? ഞാനിപ്പോൾ കാശിപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ ഗുജറാത്തിലേക്ക് പോവാണ്. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ ട്രെയിൻ വരും. അതിനു മുൻപായി നിന്നെനിക്ക് ഒരു പ്രാവശ്യം കാണണമെന്നുണ്ട്. ഞാൻ വരാം ജാനു. എന്താ പറഞ്ഞത്? എത്ര പണം ചെലവായാലും കുഴപ്പമില്ല, ഒരു ഈച്ച പോലും എന്റെ മേത്ത് വന്നിരിക്കരുത്. ഈ നാട് മുഴുവൻ ഇപ്പോഴും രുദ്രപ്രതാപന്റെ കയ്യിലാടാ. ചേട്ടാ, അവന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ചേട്ടാ, വാടാ. ആ മനു എവിടെയാ?
അവൻ ഞാൻ എത്രമാത്രം വിശ്വസിച്ചു, എന്നിട്ട് അവൻ തന്നെ എന്നെ ചതിക്കായിരുന്നല്ലേ. ചേട്ടനെ പറ്റി അവൻ പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഛേ, ഇവന് തുടക്കം തൊട്ടേ മനോയെ ഇഷ്ടമല്ല. ഉറപ്പായി ഇവനായിരിക്കും പറഞ്ഞു കൊടുത്തത്. എടാ നീ എന്താ ഈ പറയുന്നേ? ഇത് നോക്കടാ, ആ മനുവും പോലീസുകാരൻ തമ്മിൽ സംസാരിച്ചത് സത്യമല്ലടാ. പഠിച്ച കള്ളന്മാരാ ഇവര്. ചേട്ടന് മനുവിനെ കുറിച്ച് അറിയാലോ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് അവനെ കൊല്ലുന്നുള്ളത് സത്യാ. അവനെ കൊല്ലാൻ ഞാൻ നിങ്ങളെ കൊല്ലും. നീ എന്തേ കാണിക്കുന്നെ? വാടാ. ചേട്ടാ, ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്ക്. ഒരിക്കലും അവന്റെ ജീവിതം ഞാൻ കാരണമാണ് നശിച്ചത്. ഇപ്പോഴവനൊന്ന് പഴയ മനോ ആവാൻ തുടങ്ങിയത്. ദൈവത്തെ ഓർത്ത് അവനെ വെറുതെ വിട്. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, ചേട്ടാ ഒന്ന് പറയട്ടെ. ചേട്ടാ, ചേട്ടാ, ഒന്നും ചെയ്യരുത്.